ഇക്ക ഒരു സംശയം ചോദിക്കാനായിട്ട് വന്നതാ. ഈ നമ്മുടെ ഈ കൈതക്കീഴിൽ മൊയ്തീന്റെ വീട് അത് ഇതാണോ? മൊയ്തൂന്റെ വീട് തന്നെയാണ്. പക്ഷെ ഇപ്പൊ കൈതക്കീഴിലല്ല, പുതപ്പിന്റെ കീഴിലാ. അയ്യോ, എന്ത് പറ്റി? ഓന് പനിയാണ്. എന്ത് പനി? എന്ത് പനിയാ വെച്ചാ അത് പിടുത്തല്ല. ഇക്കയുടെ വീട് ഞാനും ഇവിടെ പരിസരത്ത് തന്നെയാണ്. എന്റെ പേര് കോയാന്നാണ്. എന്താ കാര്യം? അല്ല, നമ്മുടെ ഈ സത്യശീലൻ മെമ്പറിന്റെ വാർഡിൽപ്പെട്ട ആളാണോ? ആ വാർഡില് വിട്ടുപോയി ഇപ്പൊ. ആ വാർഡിലാണ്. ഞാനൊരു സംശയം ചോദിക്കാനായിട്ടാണ്. ഇക്കയുടെ വീട്ടിലെങ്ങനെയാ, കൊതുകുകളൊക്കെ ഉണ്ടോ? അപ്പൊ എന്താ സംശയോ? എന്താ എന്റെ വീട്ടിൽ മാത്രമായി ലോകത്തുള്ള സകല വീട്ടിലും കൊതുകില്ലേ? കൊതുകില്ലാത്ത വീടുണ്ടോ? അതല്ല ഇക്ക, ഈ കൊതുകളില് ആൺകൊതുകാണോ പെൺകൊതുകാണോ കൂടുതലുള്ളത് വീട്ടില്? അത് എന്ത് ചോദ്യം ഇപ്പൊ നിങ്ങൾ ചോദിക്കും? കൊതുക് മനുഷ്യന്മാരെ അച്ഛാ നമുക്ക് കണ്ടാ മനസ്സിലാക്കാം ഇത് ആണാണോ പെണ്ണാ. കൊതുകിനെ പിടിച്ചിട്ട് ഇത് ആണാണോ പെണ്ണാ നോക്കാൻ പറ്റുമോ നമുക്ക്? അപ്പൊ അതറിയില്ല അല്ലേ? കൊതുകള് 4 തരത്തിലുണ്ട്. ഞാൻ പഠിപ്പിച്ചു തരാം. ഇങ്ങോട്ട് നോക്കൂ. ഇതില് ഈ ക്യുലിക്സ് കൊതു എന്ന് പറയുന്ന മന്ദരോഗം പരത്തുന്ന കൊതുകാണ്. പിന്നെ എനോഫിലിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മലേറിയ പനി കേട്ടിട്ടില്ലേ? അതൊക്കെ പരത്തുന്ന കൊതുകാണ്. അല്ല, ഇപ്പൊ ഈ കൊതുകിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറയാൻ എന്താണ്? കണ്ട കൊതുകിന്റെ കാര്യമുണ്ടോ? അതൊന്നും അല്ല, ഞാനൊന്ന് പറയട്ടെ. ഈ രോഗങ്ങളെല്ലാം പൊതുവെ പരത്തുന്നത് പെൺകൊതുകുകളാണ്. അങ്ങനെ പറയുക. അല്ലെങ്കിൽ ഈ ദുനിയാവില് എന്തൊരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും അത് ഈ ലോകം മുഴുവൻ പരത്തി നടക്കുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ്. അതിപ്പോ കൊതുകിനും ഉണ്ട്. നിങ്ങളെ പോലൊരു പെണ്ണെന്നെ പറഞ്ഞു നന്നായി. നിങ്ങളുടെ വീട്ടിൽ വെള്ളക്കെട്ടുണ്ടോ? പിന്നെ വെള്ളക്കെട്ടുണ്ട്. കിണറ്റില് വെള്ളം കെട്ടി കിടക്കണ്ട്. അതെല്ലാം വേഗം നികത്തണം. കിണറോ? കിണറല്ല, ഈ മഴവെള്ളം അത് അങ്ങനെയൊക്കെയുള്ള വെള്ളക്കെട്ടില്ലേ? പിന്നെ ഈ പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് ചപ്പുചോറുകളൊക്കെ കത്തിച്ച് കളയാറില്ലേ? കത്തിച്ചളാറുണ്ട്. അത് വേണം, അങ്ങനെ തന്നെ വേണം. എനിക്കോ? അതല്ല, അതെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന അങ്ങനെ വേണം. നല്ല കാര്യമാണെന്ന്. ഇനിയിപ്പോ ഇക്ക ഞാന് നമ്മുടെ മൊയ്തീന്റെ വീട്ടിലേക്ക്. അതെ, മൊയ്തൂന്റെ വീട്ടിലേക്ക് മാറിപ്പോന്നേ. ഇവിടെ ഉള്ള ആൾക്കാരല്ലല്ലോ മൊയ്തൂന്റെ. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യോ, ഞാനേ ഈ കയ്യിന് ഒരു സുഖമില്ല, അതിങ്ങനെ വലിച്ച് ഇങ്ങനെ എറിയാ. അപ്പൊ ഒരു കാര്യം ചെയ്യാ, ഞാൻ പോണെന്ന് വെച്ചാലേ ആ ലൈറ്റ് അങ്ങോട്ട് കിടക്കുമ്പോ ആ തെങ്ങിന്റെ കടക്കിലേക്ക് അങ്ങോട്ട് എനിക്കതൊന്നും പറ്റില്ല. അല്ല, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ അയൽവക്കക്കാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലൊക്കെ ഉണ്ട്. ഓൻ തേമാരത്ത് പറഞ്ഞാൽ എന്റെ അവിടെ കിട്ടാണേ. അപ്പൊ പറഞ്ഞാൽ അവിടെ കിടക്കട്ടെ, ഓന്റെ പനിയൊന്നും അങ്ങോട്ട് മൂർച്ചിക്കട്ടെ. അതൊന്നും പറയണ്ട. ആ വീട്ടിലോ ഈ റോഡിലോ ഇതിടാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. എന്തൊരു ഹലാക്കാർ അബ്ബേത്. ആ വീട്ടിലും ഈ റോട്ടിലും ഇടാൻ പറ്റില്ല, തോട്ടിലിടാലോ. അത് ഓള് പറഞ്ഞിട്ടില്ല. അത് പഞ്ചായത്തിന്ന്. പഞ്ചാര ഇവിടെ ഇല്ല മോളെ. പഞ്ചാര അല്ല, പഞ്ചായത്തിന്ന്. വാർഡ് മെമ്പർ സത്യശീലം പറഞ്ഞിട്ട് വന്നതാ കൊതുകിന്റെ കാര്യം പറയാൻ. പെൻഷനോ? പെൻഷൻ കിട്ടിയിട്ടില്ല. പെൻഷൻ ഇപ്പൊ കൊറേ ആയി കിട്ടിയിട്ട്. ശരിയായിണ്ടോ? ആന ചിഹ്നം വിളിച്ച കേക്കാത്ത ആളോടാ കൊതുകിന്റെ കാര്യം പറയുന്നത്. അല്ല, ഇവിടൊക്കെ ഈ വെള്ളക്കെട്ടുണ്ടല്ലോ, അത് പാടില്ലാന്ന്. വെള്ളം കെട്ടിക്കിടന്ന മുട്ട കൊതുക് മുട്ടയിടും. മുട്ടയോ? കൊതുക് മുട്ടയിടും. പെൻഷൻ മുട്ടയായിട്ടാ കിട്ടാന്നോ? മുട്ടയായിട്ട് വേണ്ട, എനിക്ക് പൈസ ആയിട്ട് തന്നെ കിട്ടണം. ശരിയാവോ? ആകും. അതെ, പിന്നെ അല്ലെങ്കിൽ വേണ്ട. ഒന്നുമില്ല. ഇതിലേ ഒരൊപ്പിട്ട് തരുമോ? ഒന്ന് മതിയോ? ഒരൊപ്പ് മതി. അതെ, ഇവിടെ മതി. ഞാനെന്നാ ഒപ്പിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പെൻഷൻ വീട്ടിൽ വന്ന് തരാനുള്ള പരിപാടി തോന്നുന്നേ.